ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു UGC നെറ്റ് ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടാണ്. ദ കാൾട്ടർ-ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ആൻഡ് ദ സൈറ്റോസ്കി പാരഡോക്സ്. ദ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഇസ് ഓൾസോ നോൺ ആസ് ന്യൂ വെൽഫെയർ ഇക്കണോമിക്സ്. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? ന്യൂ വെൽഫെയർ ഇക്കണോമിക്സ്. ഏത് കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ? അതേപോലെ ദ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അഥവാ ന്യൂ വെൽഫെയർ ഇക്കണോമിക്സ് ഹാവ് ബീൻ ഫോർമുലേറ്റഡ് ബൈ ഹിഗ്സ്, കാൾട്ടർ ആൻഡ് സൈറ്റോസ്കി. ഈ 3 പേരുകൾ കൂടി ചേർന്നിട്ടാണ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കുന്നത്. യൂട്ടിലിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അത്? ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കൊമോഡിറ്റി. 2 തരത്തിലുള്ള യൂട്ടിലിറ്റീസ് ഉണ്ടായിരുന്നു, കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും. കാർഡിനൽ യൂട്ടിലിറ്റിയുടെ പ്രത്യേകത എന്താണ്? യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് അല്ലേ? നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് നമ്പേഴ്സ് അല്ലേ? ഇപ്പോൾ നമ്മളൊരു കാറ് വാങ്ങി, ആ കാറിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന യൂട്ടിലിറ്റി അഥവാ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു 4000 യൂണിറ്റ് ആണ്, 5000 യൂണിറ്റ് ആണ് എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് ഓർഡിനൽ യൂട്ടിലിറ്റി ആണെങ്കിലോ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ എ കൺസ്യൂമർ ഒബ്റ്റെയിൻസ് ആഫ്റ്റർ കൺസ്യൂമിങ് വാരിയസ് കമോഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. നമുക്ക് ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് പ്രിഫറൻസസ്. കൊമോഡിറ്റി എയിൽ നിന്നാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്, അതിലും കുറവാണ് കൊമോഡിറ്റി ബിയിൽ നിന്ന് കിട്ടിയത്, അതിലും കുറവാണ് കൊമോഡിറ്റി സിയിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ വി ക്യാൻ റാങ്ക് അവർ പ്രിഫറൻസസ് അല്ലേ? അങ്ങനെ ഒരു ഓർഡർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിഫറൻസസ് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ പാരറ്റോ അഥവാ വിൽഫ്രെഡോ പാരറ്റോയുടെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ അതേപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് ദെയർ ഓർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി. ദാറ്റ് ഈസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓർഡർ ഓഫ് പ്രിഫറൻസസിനനുസരിച്ച് റാങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോസിബിലിറ്റി ഓഫ് ഇറ്റ്സ് ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺസ്. ഓക്കെ, അത് ഞാൻ പറയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും അതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, പാരറ്റോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരെന്താണ് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ദ സോഷ്യൽ വെൽഫെയർ കുഡ് ബി ഇൻക്രീസ്ഡ് വിത്തൗട്ട് മേക്കിംഗ് വാല്യൂ ജഡ്ജ്മെൻറ്റ്. ഒരു തരത്തിലുള്ള വാല്യൂ ജഡ്ജ്മെൻറ്റും ഇല്ലാതെ സോഷ്യൽ വെൽഫെയർ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇനി കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ ചില അസംഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽസ് സാറ്റിസ്ഫാക്ഷൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ദാറ്റ് ഈസ് ഈച്ച് ഇൻഡിവിജ്വൽ സാറ്റിസ്ഫാക്ഷൻസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഫ്രം അതേഴ്സ്. അതായത് ഇപ്പോൾ ഒരു കൊമോഡിറ്റി തന്നെ കുറേ ആളുകൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ വ്യക്തിക്കും അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അഥവാ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തത്, there is absence of external effects in production as well as in consumption. അതായത് അവിടെയുള്ള ഉത്പാദനത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഉപഭോഗത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഇഫക്ട്സും നിലനിൽക്കുന്നില്ല. എക്സ്റ്റേണൽ ഇഫക്ട്സ് ഇൻ ദ സെൻസ് ദാറ്റ് there is no externalities in production as well as in consumption, right? നെക്സ്റ്റ് അസംഷൻ ആണ് ദ ടേസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ടേസ്റ്റിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല, ഇറ്റ് റിമെയിൻസ് ദ സെയിം. പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺസ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഇൻഡിവിജ്വൽ എ, ഇൻഡിവിജ്വൽ ബി എന്ന് പറഞ്ഞിട്ട് 2 പേരുണ്ട് എന്ന് വിചാരിക്കുക. ഒരു കൊമോഡിറ്റി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ എന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ബിയുടെ യൂട്ടിലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ടായിക്കോട്ടെ, അവരുടെ ഇൻഡിവിജ്വൽസിൻ്റെ ഓരോരുത്തരുടെയും യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദ ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺസ് ഓഫ് യൂട്ടിലിറ്റീസ് ആർ നോട്ട് പോസിബിൾ. അപ്പോൾ കോമ്പൻസേറ്റിംഗ് പേയ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് ഒരു വെൽഫെയർ ക്രൈറ്റീരിയൻ കൊണ്ടുവന്ന ഇക്കോണമിസ്റ്റ് ആയിരുന്നു നിക്കോളാസ് കാൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വെൽഫെയർ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്? ഇഫ് എ സർട്ടൈൻ ചേഞ്ച് ഇൻ ഇക്കണോമിക് ഓർഗനൈസേഷൻ ഓർ പോളിസി മേക്സ് സം പീപ്പിൾ ബെറ്റർ ഓഫ് ആൻഡ് അതേഴ്സ് വേഴ്സ് ഓഫ്, then that change will increase the social welfare if those who gain could compensate the losses and still be better off than before.
എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ച് ഉണ്ടായി ഇക്കോണമിയിൽ എന്ന് വിചാരിക്കുക, ലൈക്ക് എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ തന്നെയും ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നില്ലേ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നതിന് ശേഷം. അപ്പോൾ അതേപോലെ ഇക്കോണമിയിൽ എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അതെന്തു ചെയ്യുന്നു? ദാറ്റ് ബെനിഫിറ്റ്സ് എനി വൺ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അതേ സമയത്ത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനെക്കൊണ്ട് എന്തെങ്കിലും ആഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഈ ഗെയിനേഴ്സ് അഥവാ ബെനിഫിറ്റ് നേടിയ വ്യക്തി എന്ത് ചെയ്യണം? ലോസേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. അതേ സമയത്ത് ഈ ഗെയിനേഴ്സ് എന്ത് ചെയ്യുകയും വേണം? ഈ കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ബെറ്റർ കണ്ടീഷനിൽ തന്നെ നിലനിൽക്കുകയും വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഈ ഒരു കാൾഡർ ഹിഗ്സിൻ്റെ ക്രൈറ്റീരിയൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഫസർ JR ഹിഗ്സ് ഈ ഒരു കാൾഡറിൻ്റെ ക്രൈറ്റീരിയയെ, ഈ ഒരു വെൽഫെയർ ക്രൈറ്റീരിയനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ കാൾഡർ ഹിഗ്സിൻ്റെ വെൽഫെയർ ക്രൈറ്റീരിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് ഗിവൺ ഹിസ് ക്രൈറ്റീരിയൻ ഫ്രം ലോസേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. അദ്ദേഹം ഈ ഒരു തോറ്റ ആളുകളുടെ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച ആളുകളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഈ ഒരു ക്രൈറ്റീരിയൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതേ സമയത്ത് കാൾഡർ ഹാഡ് ഫോർമുലേറ്റഡ് ഹിസ് ക്രൈറ്റീരിയൻ ഫ്രം ഗെയിനേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ബോത്ത് കാൾഡർ ആയിക്കഴിഞ്ഞോട്ടെ ഹിഗ്സ് ആയിക്കഴിഞ്ഞോട്ടെ, ദ ത്രൂ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ആർ റിയലി ദ സെയിം, ദോ ദേ ആർ ക്ലോത്ത്ഡ് ഇൻ ഡിഫറെൻറ്റ് വേർഡ്സ്. ഇനി ഈ ക്രൈറ്റീരിയ നമുക്കൊന്ന് ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ്. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് ദ ഓർഡിനൽ യൂട്ടിലിറ്റി ഓഫ് ടു ഇൻഡിവിജ്വൽസ്, അതായത് എയുടെയും ബിയുടെയും ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഷോൺ ഓൺ എക്സ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി. അതിൽ D to E എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ വാരിയസ് കോമ്പിനേഷൻസ് ഓഫ് യൂട്ടിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻഡിവിജ്വൽസ് എ ആൻഡ് ബി. രണ്ടുപേരുടെയും യൂട്ടിലിറ്റിയുടെ കോമ്പിനേഷൻസ് കാണിക്കുന്നതാണ് ആ ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് അഥവാ DE എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. D എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും E എന്ന് പറയുന്ന പോയിന്റിലേക്ക് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിൽ നിന്നും ഡൗൺവേർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ദ യൂട്ടിലിറ്റി ഓഫ് എ ഇൻക്രീസസ് വൈൽ ദാറ്റ് ഓഫ് ബി ഫോൾസ്. അതേ സമയത്ത് ഇഫ് യു മൂവ് അപ്പ് ഓൺ ദ യൂട്ടിലിറ്റി കർവ്, ദാറ്റ് ഈസ് ഫ്രം E നിന്ന് Dയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് യൂട്ടിലിറ്റി ഓഫ് ബി ഇൻക്രീസസ് വൈൽ ദാറ്റ് ഓഫ് എ ഫോൾസ്. സപ്പോസ് ഇൻഡിവിജ്വൽ എയുടെയും ഇൻഡിവിജ്വൽ ബിയുടെയും യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പോയിൻ്റ് ക്യൂയിലാണ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, വിച്ച് ഈസ് ഇൻസൈഡ് ദ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് DE. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നു അവിടെ ഇക്കണോമിക് പോളിസിയിൽ ഒരു ചേഞ്ച് വരികയാണ്. ഓക്കെ, അപ്പം ദ ടു ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് അവരെങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു? മൂവ് ഫ്രം പോയിൻ്റ് Q ടു പോയിൻ്റ് T ഓൺ ദ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ്. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മൂവ്മെൻറ്റ് അവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻഡിവിജ്വൽ ബിയുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു വൈൽ ദ യൂട്ടിലിറ്റി ഓഫ് എ ഹാസ് ഡിക്ലൈൻഡ്. അപ്പോൾ ഇവിടെ ബിയുടെ യൂട്ടിലിറ്റിയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി ആണ് ഒരു ബെറ്റർ കണ്ടീഷനിലുള്ളത് ആസ് കമ്പയർഡ് ടു എ. ഇനി പാരറ്റോ ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവിലുള്ള മറ്റ് പോയിന്റുകൾ, ഇവിടെയുള്ള RGS T എന്ന് പറയുന്ന പോയിന്റുകളൊക്കെ കാണുന്നില്ലേ, ആ പോയിന്റുകളെ ഒക്കെ തന്നെയും പോയിന്റ് ക്യൂവിനേക്കാളും എന്താണ് സോഷ്യലി പ്രിഫറബിൾ ആണല്ലേ. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണ്? പോയിന്റ് ക്യൂയിൽ നിന്ന് പോയിന്റ് ടിയിലേക്കുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇൻവോൾവ്സ് ദ ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺസ് ഓഫ് യൂട്ടിലിറ്റി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പാരറ്റോ ക്രൈറ്റീരിയൻ്റെ ബേസിലാണ് എന്നുണ്ടെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണോ എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതേ സമയത്ത് ഈ കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ, കാൾഡർ ഹിഗ്സിൻ്റെ കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ് വിച്ച് ഇനാബിൾ us to say whether or not the social welfare has increased as a result of the movement from point Q to point T. കാൾഡർ ഹിഗ്സിൻ്റെ ക്രൈറ്റീരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു? ക്യൂവിൽ നിന്ന് ടിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള വെൽഫെയർ ഇൻക്രീസ് ചെയ്തിനോ ഇല്ലയോ എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നു. സോ ഈ ഒരു കാൾഡർ ഹിഗ്സ് ക്രൈറ്റീരിയൻ പ്രകാരം സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് വിത്ത് ദ മൂവ്മെൻറ്റ് ഫ്രം Q ടു T. അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ടിയിൽ നിന്ന് ആറിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ത്രൂ ദ മിയർ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഓക്കെ, കാൾഡർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയന് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് സൈറ്റോസ്കി പാരഡോക്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സൈറ്റോസ്കി, കാൾഡർ ഹിഗ്സ് ക്രൈറ്റീരിയൻ ഇൻവോൾവ് സം കോൺട്രഡിക്ടറി ആൻഡ് ഇൻകൺസിസ്റ്റൻ്റ് റിസൾട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പാരഡോക്സിക്കൽ റിസൾട്ട് കാൾഡർ ഹിഗ്സ് ക്രൈറ്റീരിയൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു സൈറ്റോസ്കി.
ആ ക്രൈറ്റീരിയനെയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, പാരഡോക്സിക്കൽ സിറ്റുവേഷനെയാണ് സൈറ്റോസ്കി പാരഡോക്സ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഡ്യൂ ടു എ സെർട്ടെയിൻ പോളിസി ചേഞ്ച് അവിടെയുള്ള യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവ് ചേഞ്ച് ചെയ്യും, അതൊരു ന്യൂ പൊസിഷൻ ടേക്ക് ചെയ്യും. ആ ഒരു തിയറി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ബൈ യൂസിങ് 2 ഇൻ്റർസെക്റ്റിംഗ് യൂട്ടിലിറ്റി പോസിബിലിറ്റി കേർവ്സിലൂടെയാണ്. അപ്പോൾ ഇതാണ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. അതിന് ന്യൂ വെൽഫെയർ എക്കണോമിക്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാൾട്ടർ ഹിഗ്സിൻ്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയയെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് സൈറ്റോസ്കി പാരഡോക്സ്. താങ്ക് യു.